In Gospel of St. Matthew, chapter 26, verse 41, Jesus says, "Watch and pray, so that ye will not fall into temptation. The spirit is willing, but the flesh is weak." നീ അറിഞ്ഞോ, കന്യകയുടെ മോനെ ജോർദാനിൽ വെച്ച് മാമോദിസ സ്വീകരിച്ചെന്ന്? ഈ മരുഭൂമിയിൽ അവനുണ്ട്. 40 ദിവസമായി അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. ഇവനിതിന്റെ വല്ല ആവശ്യമുണ്ടോ? നല്ലൊരു ചെറുപ്പക്കാരൻ. വിശന്ന് തളർന്ന് ഏറ്റു നിൽക്കാൻ ജീവനില്ല. അയ്യോ പാപം. പെട്ടു മോനെ പെട്ടു. നീ ദേവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കുക. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. വാ മോനെ വാ, ആ ഉയർന്ന സ്ഥലത്ത് നിന്ന് നോക്കി നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിന്റേതാകും. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു. എന്നാ വാ, ജെറുസലേം ദേവാലയത്തിന്റെ മുകളിലോട്ട് പോകാം. എന്നിട്ട് താഴോട്ടൊന്ന് ചാട്. നിന്നെ സംരക്ഷിക്കാൻ അവൻ ദൂതന്മാരോട് കൽപ്പിക്കുമെന്നും നിന്റെ കാൽ കല്ലിൽ തട്ടാതെ അവൻ നിന്നെ കഴുകിൽ വലിച്ചുകൊള്ളുമെന്നും എഴുതിയിട്ടുണ്ട്. സാത്താനെ ദൂരെ പോവുക. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. മോനെ പെട്ടു. വിട്ടോടാ, നിന്നിട്ട് കാര്യമില്ല. യേശു ആത്മാവിന്റെ ശക്തിയോടുകൂടി ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. അവന്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെല്ലാം വ്യാപിച്ചു.